അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള സമാദരണീയരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയുടെ ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലേക്കുമുള്ള ആവേശമായി രേഖപ്പെടുത്തപ്പെടാൻ പോകുന്ന ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിഷൻ 2030 ISMൻ്റെ പേരിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടന താഴെത്തട്ട് മുതൽ ശാഖാതലം മുതൽ അതിൻ്റെ ഓരോ പ്രവർത്തകന്മാർക്കും മതരംഗത്തും ഭൗതിക രംഗത്തും നൽകേണ്ടുന്ന ആഴത്തിലുള്ള അടിസ്ഥാനപരമായ അറിവുകൾ അത് പകർന്നു നൽകാൻ കഴിയുന്ന വളരെ കൃത്യമായി പഠിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്ന സംവിധാനങ്ങളും കേന്ദ്രങ്ങളും കേരളത്തിൻ്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഉണ്ടാകണമെന്നാണ് ISM ആഗ്രഹിക്കുന്നത്. ISMൻ്റെ യൂത്ത് സെൻ്ററുകളിലൂടെ ആദർശബോധനം മാത്രമല്ല, ഭൗതികമായി ആധുനിക കാലത്ത് ജീവിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിശീലനങ്ങളും നൽകാൻ കഴിവും കരുത്തും വിഭവശേഷിയുമുള്ള സംവിധാനമായി ISMൻ്റെ പേരിൽ ഇൻഷാ അല്ലാഹ് 2030 കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എഫിഷ്യൻസി അക്കാദമി എന്ന പേരിൽ ഒരു മഹത്തായ സംരംഭമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. മുജാഹിദ് യുവജന പ്രസ്ഥാനം 30 കൊല്ലങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് സമ്മേളനത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ആഴവും വലുപ്പവും വിശാലതയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, വളരെ ആത്മാർത്ഥമായി നെഞ്ചിൻ്റെ അകത്തു നിന്ന് മനസ്സ് തൊട്ട് ഹൃദയം കൊണ്ട് സർവശക്തനായ പടച്ചറബിനെ ഈ സന്ദർഭത്തിൽ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പോഷക സംഘടനകളിൽ ഓരോന്നിനെയും വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കുമ്പോൾ ഇത്രയും വലിയ ജനസ്വാധീനമുള്ള മഹാസംഘടനകളായി ഈ പ്രസ്ഥാനങ്ങൾ മാറുമോ എന്ന് ഈ പ്രസ്ഥാനങ്ങൾക്ക് രൂപകൽപ്പന നൽകിയവർ, ഇതിൻ്റെ മുന്നിൽ നടന്നവർ ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? സഹോദരങ്ങളെ, നാം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവാക്കൾ ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ അറബിക്കടലിൻ്റെ തീരത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ദൗത്യങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചുമാണ് നമുക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാകേണ്ടത്. നേരാണ് നിലപാട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ISMൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത്.
നേരാണ് നിലപാട് എന്ന് ആർജവത്തോടുകൂടെ പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്, അതിൻ്റെ യുവജന സംഘടനയ്ക്ക് സാധിക്കുന്നത് നമ്മളോ നമ്മുടെ നേതൃത്വമോ കൂടിയാലോചിച്ചെടുക്കുന്ന നിലപാടുകളിൽ തെറ്റുകളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ധിക്കാരം കൊണ്ടൊന്നുമല്ല. മറിച്ച് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ, നമ്മുടെ പ്രസ്ഥാനം ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടുകൾ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കാറുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിലപാടുകൾ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മണ്ഡലത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങളുടെ നിലപാടുകൾ നേരാണ് എന്ന് ഇത്രമേൽ ആർജവത്തോടെ, ഇത്രമേൽ ശക്തിയോടുകൂടെ നമുക്ക് പറയാൻ സാധ്യമാകുന്നത്. നമ്മുടെ നിലപാടുകൾ നേരാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ പലരെയും നോക്കി നിങ്ങളുടെ നിലപാടുകൾ നേരല്ല എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിനെക്കാളേറെ നന്നായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കാളേറെ നല്ല രൂപത്തിൽ ഒരു മനുഷ്യനോട് പെരുമാറാൻ നമ്മളെ കൊണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചതിനേക്കാൾ സുന്ദരമായി ഒരു മനുഷ്യനോട് വർത്തമാനം പറയാൻ നമുക്ക് കഴിയില്ല. എന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകന് ശത്രുക്കൾ ഉണ്ടായി, എതിരാളികളുണ്ടായി, വിമർശകന്മാരുണ്ടായി. എങ്ങനെ മുഹമ്മദ് നബിയെ ഇല്ലാതാക്കാം എന്ന് ആലോചിക്കുന്നവരുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ സന്ദേശത്തോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ആദർശത്തോട് ശത്രുതയുള്ളവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ആലോചിച്ചത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇല്ലാതാക്കുക എന്നതാണ്. മദീനയിലേക്ക് രണ്ടാളുകൾ പോകുന്നുണ്ട് ചരിത്രത്തിൽ. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്തും നളർ ബിൻ ഹാരിസയുമാണ് പോയത്. മദീനയിലെ ജൂതന്മാരോടാണ് അവർ കൂടിയാലോചന നടത്തിയത്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഇല്ലാതാക്കണമെന്നാണ്. മദീനയിലെ ജൂതന്റെ അടുത്ത് പോയി മക്കയിലെ മുശ്രിക്കുകൾ കൂടിയാലോചന നടത്തുന്നത് മുഹമ്മദ് നബിയെ ഇല്ലാതാക്കണം എന്ന പദ്ധതിയോടുകൂടെയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾ മുഹമ്മദ് നബിയോട് നിങ്ങൾ പോയി ചോദിക്കുക. അദ്ദേഹത്തിന് അതിന് ഉത്തരമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം കള്ളവാദമാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാനാകും. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്തും നളർ ബിൻ ഹാരിസയും മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ വിളിച്ചു വരുത്തുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഒരു ചോദ്യം ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ ചോദിച്ചത്, ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരായി പോയ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്, അവരെ പറ്റി താങ്കൾക്ക് അറിയുമോ എന്നാണ്. ചരിത്രത്തിൽ അപ്രത്യക്ഷരായി പോയ ഒരു പറ്റം ചെറുപ്പക്കാർ, ഒരു കൂട്ടം യുവാക്കൾ, അവരെ പറ്റി താങ്കൾക്ക് അറിയുമോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എനിക്കറിയില്ല. ആരായിരുന്നു ആ ചെറുപ്പക്കാരെന്ന് ഞാൻ നാളെ പറയാം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെ പലതവണ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 18-ാം അധ്യായം സൂറത്ത് കഹ്ഫിൽ ആവർത്തിച്ചു പറയുന്ന ഗുഹാവാസികളായ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ കുറിച്ചാണ് ചോദ്യമുന്നയിച്ചത്. ചോദ്യമുന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയുമായിരുന്നില്ല അവരെ സംബന്ധിച്ച്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, നഹ്നു നഖ്സു അലൈക നബഅഹും ഫിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, അതൊരു സംഘം ചെറുപ്പക്കാരാണ്. ഇന്നഹും ഫിത്യത്തുൻ, അതൊരു സംഘം ചെറുപ്പക്കാരാണ്. ആമനൂ ബിറബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്, അതിശക്തമായ ഈമാനുണ്ട് അവർക്ക് അവരുടെ റബ്ബിൽ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വളരെ ഉത്തമമായ
ഉന്നതമായ അധികരിച്ച മാർഗദർശനം ലഭിക്കുന്നവരാണ് ആ ചെറുപ്പക്കാർ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാൻ ആ സംഘം ചെറുപ്പക്കാരെ കുറിച്ച് നാളെ പറയാം എന്ന് പറഞ്ഞതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന് വഹി അവതരിപ്പിക്കപ്പെടുന്നത്. ആ 15 ദിവസത്തിനിടയിൽ മക്കയുടെ തെരുവോരങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്, അവർ ആഘോഷിച്ചത്, അവർ ആർത്ത് ചിരിച്ചത്, അവർ കൈകൊട്ടി കളിച്ചത് മുഹമ്മദ് നബി പരാജയപ്പെട്ടു എന്ന് പറയാനാണ്. മുഹമ്മദ് നബിക്ക് ഞങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് പറയാനാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ആ ചെറുപ്പക്കാർ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. ആ ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. ആ ചെറുപ്പക്കാർക്കൊരു മഹത്വമുണ്ട്, ഒരു ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവർ ലോകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആർജവത്തോടുകൂടെ ഒരു പ്രഖ്യാപനം നടത്തുന്നവരാണ്. എന്താണ് ആ പ്രഖ്യാപനം എന്ന് നിങ്ങൾക്കറിയുമോ? ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ മഹത്വം എന്ന് പറയുന്നത് അവർ അക്രമിയായ രാജാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നവരാണ്. എന്താണ് ആ പ്രഖ്യാപനം എന്ന് നിങ്ങൾക്കറിയുമോ? അതാ ചെറുപ്പക്കാരുടെ വാക്കാണ്, ഇന്ന് പറഞ്ഞതല്ല, 10 കൊല്ലം മുമ്പല്ല, 100 കൊല്ലം മുമ്പല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഒരു പ്രദേശത്തെ രാജാവ് ഏകദൈവ വിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ കൊല്ലാൻ തീരുമാനിച്ചപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ചെറുപ്പക്കാർ അവരുടെ മഹത്വം പറയുകയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ പരിശുദ്ധ ഖുർആൻ. എന്താണ് അവരുടെ മഹത്വം എന്ന് അറിയുമോ? ഞാനൊരു വെല്ലുവിളിയോടുകൂടെ പറയും, ഞാനൊരു അഭിമാനത്തോടുകൂടെ പറയും, ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആർജവത്തോടുകൂടെ വിളിച്ചു പറയും, കേരളത്തിൽ ഏത് ചെറുപ്പക്കാരുടെ സംഘടനകളും അവരുടെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടട്ടെ, ആ സമ്മേളനങ്ങളിലൊന്നും പറയാൻ കഴിയാത്തൊരു വാക്ക് ISMന്റെ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് ISMന്റെ പ്രവർത്തകന്മാർ കേരളത്തിലെ പൊതുമണ്ഡലത്തോട് വിളിച്ചു പറയും, ഞങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ കൂടാതെ മറ്റൊന്നിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല, മറ്റാരെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല. ഇത് ഞങ്ങളുടെ ക്വാളിറ്റിയാണ്, ഇത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഇതാണ് ISM എന്ന് പറയുന്നത്. ഏത് സംഘടനക്കാണ് കേരളത്തിലെ യുവജന സംഘടനകളുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടിയിട്ട് സർവശക്തനായ റബ്ബിനെ കൂടാതെ മറ്റാരെയും മറ്റൊന്നിനെയും ഞങ്ങളാരും വിളിച്ചു പ്രാർത്ഥിക്കാറില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധന നടത്തണം. ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ ചെറുപ്പക്കാരെ വെച്ചിട്ട്, കേരളത്തിലെ മുജാഹിദ് പശ്ചാത്തലമുള്ള യുവാക്കളെ വെച്ചിട്ട് സന്തോഷത്തോടുകൂടെ ഞങ്ങൾ പറയുന്നു, ശിർക്കില്ലാത്ത ഒരു തരിമ്പ് പോലും, ബഹുദൈവാരാധനയുടെ ഒരംശം പോലും നെഞ്ചിന്റെ കൂടിന്റെ വിടയും ഇല്ലാത്ത സംശുദ്ധമായ ഏകദൈവ വിശ്വാസത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘമാണ് കേരളത്തിലെ മുജാഹിദ് യുവാക്കൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇരുട്ടെന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മാത്രമല്ല, നട്ടുച്ചക്ക് ഞങ്ങൾ കവലകളിൽ ഇരുട്ട് കാണുന്നുണ്ട്. ഇരുട്ടെന്ന് പറയുന്നത് രാത്രി 2 മണിക്ക് മാത്രമല്ല, പട്ടാപ്പകൽ കേരളത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ ഇരുട്ട് കാണുന്നുണ്ട്. ആ ഇരുട്ടുകൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാനുള്ള തീരുമാനം മുജാഹിദ് യുവജന സംഘടനയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തീരുമാനം ഉണ്ടാവുകയാണ്. ആ ഇരുട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആയത്തുകൾ ഓതിയാണ് തെരുവിൽ കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ നിരന്തരമായി ആവർത്തിച്ച് ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇരുട്ടുകൾ കടന്നു വരുന്നത്. അനുവദിക്കില്ല, കേരളത്തിലെ മുജാഹിദ് യുവജന പ്രസ്ഥാനം സമ്മതിക്കുകയില്ല. ISM ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ
ഇനിയും ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് ശിർക്ക് പടർത്തുവാൻ, ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് അന്ധവിശ്വാസത്തെ കടത്തിവിടുവാൻ അതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അനുവദിക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഏറ്റവും അപകടകരമായ വിശ്വാസങ്ങൾ അത് നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഇഖ്ലാസ് അർത്ഥസഹിതം ശാന്തമായി ഒരു 2 മിനിറ്റ് ഇരുന്ന് ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ തൊട്ട് പിറ്റേ ദിവസം പിരിച്ചുവിടാനുള്ള സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഞങ്ങൾ പഠിപ്പിക്കും കേരളത്തിലെ ജനങ്ങളെ എന്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതെന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിന്റെ പൊതുമണ്ഡലത്തോട്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് ഞങ്ങൾ വിശദീകരിക്കും. ആരാധിക്കാനും കൈകൾ ഉയർത്താനും സഹായം തേടാനും പ്രാർത്ഥിക്കാനും നേർച്ചകൾ അർപ്പിക്കാനും സർവശക്തനായ റബ്ബ് മതി എന്ന തീരുമാനത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായം നാളെ നടന്നു നീങ്ങിയാൽ അത് അസംഭവ്യമായ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. സംഘടനയുടെ വലിപ്പം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് സമസ്തയുടെ ആലയങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ കേട്ട് മനസ്സിലാക്കി വന്നവരാണ് മുജാഹിദുകളിലെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ഈ സമരസംഘം മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളുമായി ഈ സമരസംഘം മുന്നോട്ട് പോകുമ്പോൾ ഏറെക്കാലമൊന്നും ഈ സമരത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാവില്ല. അതിൻ്റെ പേരിലാണ് നിങ്ങൾ വിരോധമുണ്ടാക്കുന്നത്, അതിൻ്റെ പേരിലാണ് നിങ്ങൾ വെറുപ്പുണ്ടാക്കുന്നത്. ആളുകൾക്ക് വെറുപ്പുള്ളത് എന്തിനോടാണെങ്കിൽ, ആളുകൾക്ക് വിരോധമുള്ളത് ആരോടാണെങ്കിൽ ആ വെറുപ്പിനോട്, ആ വിരോധത്തോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചേർത്ത് തുന്നി കൂട്ടിക്കെട്ടി അവതരിപ്പിക്കാനുള്ള ഒരു പ്രവണത അത് കേരളത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാറിനോട് ചേർത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പറയുക, ഫാസിസത്തോട് കൂട്ടി മുജാഹിദ് പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുക, അത് കണ്ടിട്ടുണ്ട് കേരളം. അതിപ്പോഴും ചിലര് ആവർത്തിക്കുന്നുണ്ട്. പുതിയ പശ്ചാത്തലത്തിൽ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട പുതിയ പശ്ചാത്തലത്തിൽ ജൂത വിഭാഗത്തോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ അവതരിപ്പിക്കാനുള്ള ആ രീതിയിൽ കേരളത്തിൽ മുദ്രയടിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ് എന്ന്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സംഘടനാ പശ്ചാത്തലം എന്താണ് എന്ന്. ഏത് രാഷ്ട്രീയ ആശയ വ്യവസ്ഥയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് മുജാഹിദുകളെ നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചീത്ത പറയുമ്പോൾ, പള്ളി മിമ്പറുകളിൽ കയറി വെള്ളിയാഴ്ച തോറും നടത്തുന്ന ഖുതുബകളുടെ 2ാം ഖുതുബ കേരളത്തിന്റെ പള്ളി മെമ്പറുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും നിങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാരണത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സംഘടനയെ, ഇതിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ ആക്ഷേപിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു സംശയവും തോന്നുന്നില്ല. നിങ്ങളെ പറ്റിയിട്ട് അഭിവന്ദ്യനായ, കേരളം കണ്ട ഏറ്റവും വലിയ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിക്കാവുന്ന KM മൗലവി, ആ KM മൗലവിയെ മുശ്രിക്കെന്ന് പറയാൻ ത്രാണിയുള്ള നാവ് നിങ്ങളുടെ വായ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ, KM മൗലവി മുശ്രിക്കാണ് എന്ന് എഴുതാൻ മാത്രമുള്ള പേനയും മഷിയും നിങ്ങളുടെ പുസ്തകത്തിലും നിങ്ങളുടെ കൈകളിലും ഉണ്ടായിരുന്നുവെങ്കിൽ, മുജാഹിദുകളെ നിങ്ങൾ വീണ്ടും ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. KM മൗലവിയെ മുശ്രിക്കെന്ന് പറഞ്ഞ ആളുകളുടെ പിൻഗാമികൾ ഞങ്ങൾ അതൊക്കെ തിരുത്തി, ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കി, ഞങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ സിദ്ധാന്തങ്ങളെ, ഞങ്ങളുടെ ആശയങ്ങളെ വോട്ട് വേണ്ടെന്നോ തെരഞ്ഞെടുപ്പ് വേണ്ടെന്നോ ജനാധിപത്യം വേണ്ടെന്നോ പറഞ്ഞ ഞങ്ങളുടെ ആശയങ്ങളൊക്കെ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ഈ വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കാലത്ത് മുജാഹിദ് പണ്ഡിതന്മാരുടെ നേരെ കുതിര കയറാനാണ്, അവരെ കാഫിർ മുശ്രിക്കുമാക്കാനാണ് നിങ്ങളുടെ ഈ പിഴച്ച
ചിന്താധാരകളെ മുഴുവൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ ഒരു പുതിയ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ വളരെ കൃത്യമായി നോക്കിക്കാണുകയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുന്ന, സാംസ്കാരികമായി തകർത്തു കളയാം എന്ന് കരുതുന്ന ഇവരെ അവരുടെ മതാചാരങ്ങളുടെ കാര്യത്തിൽ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകൾ അവർ കടന്നു വരുന്നുണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ. ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചിട്ടുണ്ട് എസൻസിനെ പറ്റി. എസൻസ് എന്ന് പറഞ്ഞ്, കോളാമ്പി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അതൊക്കെ വെച്ച് നശിപ്പിച്ചില്ലാതാക്കി കളയാം കേരളത്തിലെ മുസ്ലിം യുവജനങ്ങള് എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ ഒരു കാര്യം മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ആവേശം നൽകുന്നത് ചെഗുവേരയാണ്. ആ ചെഗുവേര ഉള്ളത് നിങ്ങളുടെ ടീഷർട്ടിന്റെ പുറത്താണ്. ഞങ്ങൾക്ക് ആവേശം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലുള്ളത് കുപ്പായത്തിന്റെ പുറത്തല്ല, കുപ്പായത്തിന്റെ അകത്ത് നെഞ്ചും കൂടിന്റെയും ഉള്ളിലാണ്. കേരളത്തിലെ മുവഹിദുകളായ, മുജാഹിദുകളായ, മുസ്ലിങ്ങളായ ആളുകളെ, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തകർക്കാനാവില്ല. നിങ്ങളുടെ ചില്ലറ അച്ചുകൂടങ്ങളെ കൊണ്ടൊന്നും നശിപ്പിച്ചു കളയാവുന്നതല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതബോധമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കണം, നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കണം. ഒരുപക്ഷേ സമയം ഒരല്പം അങ്ങോട്ട് പോകാം. ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് നമ്മളിങ്ങനെ ഒരു വലിയ സമ്മേളനം നടത്തുമ്പോൾ നമ്മുടെ മുഴുവൻ പ്രഭാഷകരുടെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും വിലപ്പെട്ട മുഴുവൻ സംസാരങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. നിർബന്ധമായും ആ വിഷയത്തിൽ നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂർ മുമ്പ്, എൻ്റെ പ്രിയപ്പെട്ട 2.5 മണിക്കൂർ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പുൽപ്പറ്റയിലെ മുത്തനൂരിലെ എഞ്ചിനീയർ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ISMന്റെ സഹപ്രവർത്തകൻ 2.5 മണിക്കൂർ മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. മരണപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജനാസ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ISMന്റെ സഹപ്രവർത്തകൻ പുൽപ്പറ്റ മണ്ഡലത്തിലെ മുത്തനൂരിലെ എഞ്ചിനീയർ അബ്ദുൽ ലത്തീഫ് ഖബറിലാണുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ISMന്റെ സഹപ്രവർത്തകരോട് ഞാൻ വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്താണ് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനകത്തുള്ള ധാരണകൾ എന്ന് പറയുന്നത്? പ്രായമായി, ഒരുപാട് വയസ്സായി, രോഗം വന്ന് കിടപ്പിലായി, പിന്നെ സംഭവിക്കാനുള്ളതാണ് മരണമെന്ന് അങ്ങനെ കരുതുന്ന, വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആശ്വസിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ പരിശോധിക്കണം. മരണമെന്ന് പറയുന്നത് ഖബറിൽ കിടന്നുകൊണ്ട് മണിക്കൂറുകൾ മാത്രമുള്ള ഖബറിൽ തൻ്റെ ആയുസ് വെച്ചിട്ട് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ, നമ്മൾ ഈ സദസ്സ് ISMന്റെ സഹപ്രവർത്തകന്മാർ മണിക്കൂറുകൾ കഴിയുമ്പോൾ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമിരുന്നു കൊണ്ട് അബ്ദുൽ ലത്തീഫിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് വേണ്ടി, ഇന്ന് മരണപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ, അർബുദ രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടതിലൂടെ പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വീടിനും സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഖബറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കൂടെ വരുമെന്ന്. ISM മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സന്തോഷമായി മാറണം. ISMന്റെ പ്രായം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അനുഗ്രഹമായി മാറണം. ഞാനും നിങ്ങളും ഈ സദസ്സ് വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ISMുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ മഹല്ലുകളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത്. ISMന്റെ സംസ്ഥാന ഭാരവാഹികൾ വന്നിരുന്നു. നിങ്ങൾ പലരുടെയും നാട്ടിൽ, നിങ്ങളുടെ പ്രദേശങ്ങളിൽ, നിങ്ങളുടെ പള്ളികളിൽ, നിങ്ങളുടെ വീടുകളിൽ ഈ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ISMന്റെ സംസ്ഥാന ഭാരവാഹികൾ വന്നിരുന്നു. ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ യൂണിറ്റിൽ, നിങ്ങളുടെ ശാഖയിൽ ISMന്റെ പ്രവർത്തനങ്ങൾ
സജീവമായി ഉണ്ടാകണം. അതില്ലെങ്കിൽ, അതുണ്ടായിട്ടില്ലെങ്കിൽ മറ്റു പലതിലേക്കുമാണ്, മറ്റു പല അപകടകരമായ അവസ്ഥകളിലേക്കുമാണ് ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു പോവുക എന്നൊരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ISMന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം, സജീവമാക്കാം. നമുക്ക് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സാ വാചാ കർമ്മണ ശിരസ്സാ വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മുടെ ദൗത്യങ്ങളെ, എല്ലാ തരത്തിലുള്ള ദൗത്യങ്ങളെയും അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരികയും ഇരു ലോകത്തും നമുക്ക് അള്ളാഹു വലിയ വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.